രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത തീരുമാനം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തള്ളിക്കളയുക. ഇങ്ങനെ ചെയ്യാൻ, അതായത് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാൻ സർവകലാശാല ആക്ടോ സ്റ്റാറ്റ്യൂട്ടോ സിക്ക് അധികാരം നൽകുന്നില്ല. രജിസ്ട്രാർ നിയമനം പൂർണ്ണമായും സർവകലാശാല ആക്ടും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് സിൻഡിക്കേറ്റിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് ഡെപ്യൂട്ടി രജിസ്ട്രാർ മുതൽ മുകളിലോട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർമാരെ നടപടിയെടുക്കാൻ ഉള്ള അവകാശം സർവകലാശാല നിയമം സിൻഡിക്കേറ്റിനാണ് വന്നിട്ടുള്ളത്. അതിവിടെ ലംഘിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നിയമവിരുദ്ധമായി കേരള സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മൽ അദ്ദേഹത്തിനുള്ള 1030 പദവി ഉപയോഗിച്ച് സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് സിൻഡിക്കേറ്റ് അംഗീകരിക്കുന്നില്ല. രജിസ്ട്രാർ കേരള സർവകലാശാല രജിസ്ട്രാറായി ഡോക്ടർ KS അനുകുമാർ നാളെയും ഈ ഓഫീസിൽ എത്തും. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി BC-യുടെ ഈ ഉത്തരവിന് ഞങ്ങൾ സിൻഡിക്കേറ്റ് കീറ കടലാസിൻ്റെ പദവിയെ നൽകുന്നുള്ളൂ. ഇത് സർവകലാശാലയുടെ ചവറ്റുകുട്ടയിലേക്ക് ഇടും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റൊന്ന്, RSSൻ്റെ ചട്ടുകമായി കേരള യൂണിവേഴ്സിറ്റിയെ ഉപയോഗിക്കാൻ സർവകലാശാല വൈസ് ചാൻസലറുടെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ മോഹൻ കുന്നുമ്മൽ തീരുമാനിച്ചാൽ അത് ഈ കേരള സർവകലാശാലയിൽ നടക്കില്ല എന്നുകൂടി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സർവകലാശാല വൈസ് ചാൻസലർക്ക് ആക്ട് അനുസരിച്ച് സെക്ഷൻ 1030 അദ്ദേഹത്തിന് ഉപയോഗിക്കാം. എവിടെ ഉപയോഗിക്കുന്നത്? അച്ചടക്ക നടപടികൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറയുകയാണ്. അതാണ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ഉത്തരവിന്, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഈ ഉത്തരവിന് കീറ കടലാസിൻ്റെ പദവിയേ ഉള്ളൂ. രജിസ്ട്രാർ നാളെയും കേരള സർവകലാശാലയുടെ രജിസ്ട്രാറായി തുടരും. സിൻഡിക്കേറ്റാണ് അദ്ദേഹത്തെ രജിസ്ട്രാറായി നിയമിച്ചത്. സിൻഡിക്കേറ്റ് തീരുമാനിക്കും അദ്ദേഹം തുടർന്നും രജിസ്ട്രാറായി പോകണോ. BC-യുടെ ഒരു അനുമതിയില്ലാതെ BC സസ്പെൻഡ് ചെയ്ത ദിവസം ഇവിടെ തുടരാൻ കഴിയുമോ? അല്ല, സർവകലാശാല നിയമം BC-ക്ക് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനില്ലല്ലോ. അല്ല, സർവകലാശാല നിയമം വൈസ് ചാൻസലർക്കും ചാൻസലർക്കും എല്ലാവർക്കും ബാധകമാണ്. ഇല്ലാത്ത ഒരു അധികാരം വൈസ് ചാൻസലർ ഉപയോഗിക്കാൻ കഴിയും. അദ്ദേഹത്തിന് ഇല്ലാത്തൊരു അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്താൽ ആ സസ്പെൻഷൻ നിയമപരമല്ലാത്തൊരു സസ്പെൻഷൻ വൈസ് ചാൻസലർ നടത്തിയാലും അത് അംഗീകരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് രജിസ്ട്രാറായി തന്നെ നാളെ KS അനുകുമാർ തുടരും. കാരണം ഈ ഉത്തരവിന് നിയമപരമായി ഒരു വിലയും ഇല്ല സർവകലാശാലയെ സംബന്ധിച്ച്. ഈ സിൻഡിക്കേറ്റ് ചേരാത്ത സമയത്ത് BC-ക്ക് അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് അതല്ല ഞാൻ അച്ചടക്ക നടപടികൾ സ്വീകരിക്കാൻ അധികാരമില്ലല്ലോ. ഇല്ല, അതാ പറഞ്ഞ 1030 ഉപയോഗിക്കാൻ പുള്ളിക്ക്. അവശ്യ സർവീസ്, അവശ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സർവകലാശാല BC-ക്ക് നൽകിയിട്ടുള്ള പ്രത്യേക അധികാരമാണത്. അതുപയോഗിച്ച് പരിശോധനകൾ ഏറെ നടത്തേണ്ട ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല. അധികാരമില്ലാത്ത ഒരു കാര്യം ചെയ്താൽ അതിനെ ചോദ്യം ചെയ്യുക എന്നുള്ളതേ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ആക്ടും സ്റ്റാറ്റ്യൂട്ടും ഈ സർവകലാശാലയിൽ പാലിക്കപ്പെടണം എന്നുള്ളതാണ് സിൻഡിക്കേറ്റിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് രജിസ്ട്രാർ വീണ്ടും ആ പദവിയിൽ തുടരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി 1030 വെച്ചിട്ട് മറ്റേതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാലും സിൻഡിക്കേറ്റിന് അത് അംഗീകരിക്കണമെന്നില്ല, തള്ളിക്കളയാം. അതും ആക്ടും സ്റ്റാറ്റ്യൂട്ടും പറയുന്നു. 1030 അംഗീകരിക്കണമോ സിൻഡിക്കേറ്റാണ് തീരുമാനിക്കുന്നത്. അല്ല, ഇവിടെ ഇപ്പോൾ ഭാരത